വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒന്ന് പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഉദ്ദേശത്തിലാണ് പോണത്. അപ്പം പോകുന്ന വഴിക്ക് ATM ഒന്ന് കയറി ഇവരെ പെങ്ങൾ കുറച്ച് പൈസ അയച്ചായിരുന്നു. അപ്പോൾ അതെടുത്ത് അമ്മയ്ക്ക് കൊടുക്കണം, എന്തോ അടവിൻ്റെ പൈസ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെടുത്ത് നേരെ വീട്ടിൽ പോയി അത് അമ്മയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിലേക്ക് പോയി നേരെ മൈജിയിലേക്കാണ് പോയത്. ഒരു ഫോൺ വാങ്ങാം എന്നൊരു ഉദ്ദേശത്തിലല്ല പോയത്, വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് പോയത്. ഞങ്ങളെ പഴയ ഫോൺ ചേട്ടൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ 4GB ആണ്. ഈ ജോലിൻ്റെ ആവശ്യത്തിന് ഫോണാണ് മുഖ്യം, അതുകൊണ്ട് 5G വേണം. കാരണം 4Gയിൽ ഭയങ്കര സ്ലോ ആണ് നെറ്റ്. അപ്പോൾ ഒരു 5G ഫോൺ എടുക്കുന്ന ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പഴയ ഫോൺ ഇവർ എടുത്തിട്ട് അതിനൊരു എമൗണ്ട് തരുമെന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ പോയപ്പോൾ ഒരു ഫോണ് നല്ലൊരു എമൗണ്ട് കിട്ടി. ബാക്കി EMIയിലും എടുത്തു. അപ്പോൾ ഈ വാങ്ങുന്ന സമയത്ത് നമുക്കൊരു എമൗണ്ടും കൊടുക്കേണ്ടി വന്നില്ല, കാരണം പഴയ ഫോൺ നല്ലൊരു എമൗണ്ട് കിട്ടിയതുകൊണ്ട് ബാക്കി EMIയിൽ ഞങ്ങൾ ഒരു ഫോണും എടുത്തു. പോയപ്പം തന്നെ എടുക്കണമെന്ന് വിചാരിച്ച് പോയതല്ല, പക്ഷേ ഒരെണ്ണം എടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായപ്പോൾ എടുത്തു. ബാക്കി EMI ആണല്ലോ, കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല, അപ്പോൾ മൊത്തം അടിക്കേണ്ടി പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു പഴയ ഫോണിന് പുറത്ത് ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഈ മൈജിയിലായതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഇത്രയും എമൗണ്ട് കിട്ടിയത് ഈ പഴയ ഫോണിൽ. അപ്പം അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫോൺ വാങ്ങിയതിൻ്റെ ചിലവ്, പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് സമയം മൈജിയിൽ EMI ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേപ്പർ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ടൈം പോയതുകൊണ്ട് ഒന്നും മേടിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ചെരുപ്പ് വേണമായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയി. മോഡൽസിലാണ് പോയത്. പക്ഷേ എനിക്ക് എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ ഒരുപാട് സമയം വേണം, കാരണം എനിക്കിങ്ങനെ നന്നായിട്ട് നോക്കിയെടുക്കണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് 2 ചെരുപ്പ് ഇഷ്ടമായി, പക്ഷേ അത് എൻ്റെ സൈസിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സാധനം ഒന്നും ഉണ്ടാവില്ല അവിടെ. അപ്പോൾ എനിക്ക് ആ ചേച്ചി ഒരു ചെരുപ്പ് ഉണ്ട് തന്നു. പിന്നെ ആ ചെരുപ്പ് കുറേ തപ്പിയതല്ലേ വെച്ചിട്ട് ഞാൻ ആ ചെരുപ്പ് എടുത്തു. പക്ഷേ ഞാൻ വരുന്ന വഴിക്ക് ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഈ ചെരുപ്പ് സത്യമായിട്ട് ഇഷ്ടമില്ല, ആ ചേച്ചി തപ്പിയത് കൊണ്ട് വെറുതെ കഷ്ടപ്പെട്ടല്ല വെച്ചാൽ ഞാനിങ്ങനെ എടുത്തതാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറുപിറുത്തോടിരിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണെങ്കിൽ. അപ്പോൾ പറഞ്ഞു നാളെ മാറ്റാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ നാളെ പോയി മാറ്റണം. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് വാങ്ങിയായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പം